ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം ഗോട്ടപ്പയ പോകാനുള്ള വഴിയിലാണ്. കൊളംബിയയിലുള്ള ഗോട്ടപ്പയിലാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ഞാൻ ഇന്നലെ താമസിച്ച അക്കോമഡേഷനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയായിരുന്നു. വളരെ നല്ലൊരു അക്കോമഡേഷനാണ് ഇന്നലെ കിട്ടിയത്, അതും ഫ്രീ ആയിട്ട്. പുള്ളിക്കാരൻ ആദ്യമായിട്ട് തുടങ്ങിയതായത്. അപ്പം ആദ്യത്തെ ആൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞത്. ഇത് ഓർലാൻഡിൽ നിന്നാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഇതാണ് ചെറിയ ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കയറി വരുന്ന വഴി. നമ്മുടെ വണ്ടി താഴെ ആണ് പാർക്കിംഗ് കിട്ടിയത്. ഇവിടെ നിന്ന് കാണാൻ നല്ല വ്യൂ ആണ്. സിറ്റിയൊക്കെ, ഈ ടൗൺ മൊത്തം കാണാനായിട്ട് നല്ല വ്യൂ ഒക്കെയാണ്. അത് കയറി കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജുണ്ട്, ഒരു കൗച്ച് ഉണ്ട്, പിന്നെ ഒരു ചെറിയ കിച്ചൺ, അതിൻ്റെ അപ്പുറത്ത് തന്നെ വാഷ്റൂം, അപ്പുറത്ത് ചെറിയൊരു ബെഡ്റൂം. 2 പേർക്ക് സുഖമായിട്ട് താമസിക്കാവുന്നേ ഉള്ളൂ. 1 ദിവസമോ 2 ദിവസമോ ഒക്കെ റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ നിൽക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഗോട്ടപ്പയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, കാരണം സീ ലെവലിൽ നിന്ന് 2000 മീറ്റർ മേലെയാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ട് തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഹുഡിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 19 ഡിഗ്രിയാണുള്ളത് ടെമ്പറേച്ചർ. ഞാൻ കുറേ ദിവസമായി പച്ചക്കറിയൊക്കെ മേടിക്കണമെന്ന് വിചാരിക്കുന്നു, നടക്കുന്നില്ല. ഇപ്പോൾ ഒരു വഴിയിലൊരു കട കണ്ടപ്പോൾ കുറച്ച് വെജിറ്റബിൾ വാങ്ങിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓലാ, ഇവിടെ ആരുമില്ല. കുറച്ച് തക്കാളി, കുറച്ച് ക്യാരറ്റും മേടിക്കാമെന്ന് വിചാരിച്ചു. വേറെ എനിക്ക് വേണ്ടതൊന്നും ഇവിടെ കണ്ടില്ല. കുറച്ച് ലെറ്റ്യൂസൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും ഇവിടെ കാണുന്നില്ല. പച്ചക്കറിയൊക്കെ മേടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം.
അങ്ങനെ നമ്മൾ ഗോട്ടപ്പയിലെത്തി. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കയറണം. ഏതാണ്ട് 800 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. നമ്മൾ പളനിയുടെ അത്രയൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു. ടിക്കറ്റ് എടുക്കാനായിട്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഇവിടെ ആൾക്കാർ ഒത്തിരി ഉണ്ടെങ്കിലും ടിക്കറ്റിന് വലിയ തിരക്കില്ല. അങ്ങനെ ടിക്കറ്റ് എടുത്തു. 35,000 കൊളംബിയൻ പെസോ ആയിരുന്നു. അപ്പം ഇനി നമുക്ക് പടികൾ കയറി തുടങ്ങാം. ഇവിടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ബാഗൊക്കെ ചെക്ക് ചെയ്യാൻ തോന്നുന്നു. ഗുഡ്, ഓക്കെ, താങ്ക് യു. ബാഗൊന്നും ചെക്ക് ചെയ്യുന്നില്ല. നമ്മളെ ടിക്കറ്റ് മാത്രം ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇനി കയറി തുടങ്ങി. എത്ര പടി ഉണ്ടോ എന്തോ. പടി ഇടണമെന്ന് തോന്നുന്നു. 50 എന്നൊക്കെ കാണിക്കുന്നു. ഇന്ന് കയറി തുടങ്ങിയപ്പോൾ തന്നെ നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെ ഒരു യേശുക്രിസ്തുവിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. അവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെ മോഡൽ, ഹെലികോപ്റ്റർ അല്ലല്ലോ, പ്ലെയിനിൻ്റെ മോഡൽ. നമ്മളങ്ങനെ ഏറ്റവും മുകളിലെത്തി. മുകളിൽ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ്.